കൂടുതൽ വോട്ടർമാർ ബൂത്തിലേക്ക്. പോളിംഗ് 75% കടന്നേക്കാം. പി വി അൻവറിന്റെ കന്നന്തിരിവ് കൊണ്ടുണ്ടായ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആവേശത്തോടെ വോട്ട് രേഖപ്പെടുത്താനെത്തി വോട്ടർമാർ. ഉച്ചയ്ക്ക് 1 മണി വരെ 46.73% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. രാവിലെ മുതൽ പെയ്ത മഴയ്ക്ക് ശമനമായതോടെ പല ബൂത്തുകളിലേക്കും കൂടുതൽ വോട്ടർമാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ ട്രെൻഡ് തുടർന്നാൽ 2021 വോട്ടിംഗ് ശതമാനമായ 75.23 മറികടക്കുമെന്ന കണക്കുകൂട്ടലിലാണ് എല്ലാ മുന്നണികളും. രാവിലെ 7-ന് പോളിംഗ് തുടങ്ങിയത് മുതൽ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയായിരുന്നു. മഴയിടയ്ക്ക് കനത്തെങ്കിലും അതൊന്നും വോട്ടർമാരെ ബാധിച്ചില്ല. 4 ഇടങ്ങളിൽ വോട്ടിംഗ് യന്ത്രം കുറച്ചു നേരത്തേക്ക് പണിമുടക്കിയതൊഴിച്ചാൽ മറ്റു കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആകെ 2.32 ലക്ഷം വോട്ടർമാരാണ് നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്. 10 സ്ഥാനാർത്ഥികൾ ഉപതെരഞ്ഞെടുപ്പ് മത്സര രംഗത്തുണ്ട്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് മാങ്കുത്ത് LP സ്കൂളിലും UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് വീട്ടിക്കുത്ത് ഗവൺമെന്റ് LP സ്കൂളിലും എത്തി രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബൂത്ത് നമ്പർ 148-ലെത്തി കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി. ചരിത്ര ഭൂരിപക്ഷമാകും ലഭിക്കുകയെന്ന് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് പറഞ്ഞു. UDF-ഉം LDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ് നടക്കുന്നതെന്നും ഷൗക്കത്ത് പറഞ്ഞു. പിതാവുള്ള സമയത്തും അങ്ങനെ തന്നെയാണ്. പിതാവ് എപ്പോഴും വോട്ട് ചെയ്യാൻ പോകുമ്പോൾ കുടുംബത്തോടു കൂടിയാണ് പോവാറ്. അപ്പം അതുകൊണ്ട് ആദ്യത്തെ 1-2 ബൂത്തുകളൊന്ന് വന്ന് സന്ദർശിച്ചു. ഒരു 7:45-8 മണിയോടുകൂടി കുടുംബത്തോടൊപ്പം പോയിട്ട്. കബറിടത്തിലേക്ക് പോകണ്ടോ? ഇപ്പൊ പോകുന്നില്ല. ബൂത്തിലേക്കാണല്ലേ? 1-2 ബൂത്തുകളും സന്ദർശിക്കും. ആദ്യം നമ്മുടെ ഫസ്റ്റ് ബൂത്തുണ്ട് അരുവാക്കോട്, നമ്മുടെ നിലമ്പൂർ ചെട്ടിയങ്ങാടി UP സ്കൂളിന്റെ നേരെ മുന്നിൽ ടൗണിൽ. തികഞ്ഞ പ്രതീക്ഷയിലാണ്. തികഞ്ഞ നല്ല പ്രതീക്ഷയല്ല. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയ ഭൂരിപക്ഷം നമ്മൾ പ്രതീക്ഷിക്കും. കാരണം ഓരോരുത്തരും നമ്മളെ കാണുമ്പോഴും നമ്മളോട് സംസാരിക്കുന്നതും ഒരു കഴിഞ്ഞ കാലത്തൊന്നും ഇല്ലാത്തൊരു വലിയ മാറ്റം. അത് രാഷ്ട്രീയത്തിന് അതീതമായി ആളുകൾ ഒരു വലിയ അവരുടെ സ്നേഹപ്രകടനവും അവരുടെ അഭിപ്രായങ്ങളുമൊക്കെ ഒരു വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ ഈ സീറ്റ് UDF തിരിച്ചു കൊടുക്കും. ഇല്ല, അതുണ്ടാവാറുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാരണം ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, കാരണം പ്രചരണ രംഗത്തുമൊക്കെ നല്ല മഴയുള്ള സമയത്ത് പോലും ഭയങ്കര ജനക്കൂട്ടായിരുന്നു. നല്ല മഴ കൊണ്ടിട്ടാണ് മറ്റേ കലാശക്കൂട്ട് നടത്തി. നല്ല മഴ കൊണ്ടിട്ടാണ് പ്രിയങ്ക ഗാന്ധിയെ 2.5 മണിക്കൂർ ആളുകൾ വെയിറ്റ് ചെയ്ത്. ഒരു പന്തൽ പോലും ഇട്ടിട്ടില്ല കൃത്യമായിട്ട്. നല്ല മഴയത്താണ് ആളുകൾ എൻ്റെ സ്ഥാനാർത്ഥി പര്യടനത്തിന് സ്വീകരണത്തിന് ആളുകൾ കാത്തിരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലം ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു അതുപോലെ തന്നെ പോളിങ്ങിലും ആ ആവേശം ഉണ്ടാവും. തീർച്ചയായും ഒരു നല്ല പോളിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും മാത്രമല്ല വൈകുന്നേരം 6 മണി വരെ ഉണ്ട്. 6 പോളിംഗ് തുടങ്ങി. നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഒരു ചരിത്ര ഭൂരിപക്ഷത്തിൽ നിലമ്പൂർ തിരിച്ചു. വോട്ടവകാശം വിനിയോഗിക്കുക എന്നതാണ് പ്രധാനമെന്ന് M സ്വരാജ് പറഞ്ഞു. നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമുണ്ട്. ഓരോ ഘട്ടം കഴിയുമ്പോഴും ആത്മവിശ്വാസം വർദ്ധിക്കുന്നുവെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം M സ്വരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു. രാവിലെ ഞാൻ വോട്ട് ചെയ്ത ബൂത്ത് 202-ാം ബൂത്തിൽ ചെറിയ ക്യൂ, വളരെ നീണ്ട ക്യൂ എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ആ ബൂത്ത് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു വാതിൽ മാത്രമേ ഉള്ളൂ ബൂത്തിലേക്ക് പോകാൻ. അതുകൊണ്ട് അവര് തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി, വോട്ട് ചെയ്യുന്ന സ്ഥലത്തെ തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടി അവര് ഒരാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ അടുത്ത ആളെ വിളിക്കുന്നുള്ളൂ. അതുകൊണ്ട് സാവധാനത്തിലാണ് അവിടെ വോട്ടിംഗ് പ്രക്രിയ നടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ചെറിയ ക്യൂ വന്നത്. മറ്റ് ചില ബൂത്തുകളിൽ ക്യൂ ഇല്ല, ആളുകൾ വന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. പിന്നെ ജനാധിപത്യത്തിൽ എല്ലാവരും വോട്ട് ചെയ്യുമ്പോഴാണ്, 100% വോട്ട് രേഖപ്പെടുത്തുമ്പോഴാണ് ജനാധിപത്യം ഏറ്റവും കൂടുതൽ അർത്ഥപൂർണമാവുക. അപ്പോൾ പോളിംഗ് ശതമാനം ഉയരട്ടെ, എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുക. വോട്ട് ചെയ്തതിന് ശേഷം പറയാനുള്ളത് ഇല്ല, വോട്ട് രേഖപ്പെടുത്തി എല്ലാവരോടും വോട്ട് ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് പിന്നീട് വരുന്നൊരു കാര്യമാണ്. എല്ലാവരും വോട്ട് ചെയ്യുക. ഞാൻ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് സ്വാഭാവികമായിട്ട് ഞാൻ പറയുമല്ലോ. പക്ഷെ വോട്ടവകാശം വിനിയോഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ.
അതുകൊണ്ട് എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സ്വരാജിന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ വരികയാണല്ലോ, വലിയൊരു പ്രതീക്ഷയാണോ? ഒരു ഘട്ടത്തിലും ആശങ്ക തോന്നിയിട്ടില്ല, പിന്നല്ലേ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ആശങ്ക തോന്നുന്നു. നല്ല ആത്മവിശ്വാസമുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ളൊരു ആത്മവിശ്വാസം മാത്രമല്ല, ഈ നാട് പകർന്നു നൽകിയ ആത്മവിശ്വാസമാണ്. അത് ഇടതുമുന്നണി പ്രവർത്തകർക്കാകെ ആത്മവിശ്വാസമുണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഓരോ ദിനം കഴിയുന്തോറും ആ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ് ചെയ്തത്. വർദ്ധിച്ചു വരുന്ന അനുഭവമാണ് ഉണ്ടായത്. നല്ല സമ്പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെ ആഹ്ലാദത്തോടെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസത്തെ വരവേൽക്കുന്നത്. ഞങ്ങളുടെ പ്രവർത്തകർ വോട്ട് ചെയ്യുന്നത്, എല്ലാവരും വോട്ട് ചെയ്യുന്നത്. അതിന് വലിയ വരവേൽപ്പാണ് ഈ മണ്ഡലം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നൽകിയത്. അതൊക്കെ വോട്ടിങ്ങിലേക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ പിന്തുണയും ഐക്യദാർഢ്യവുമാണ് എല്ലായിടത്തു നിന്നും ലഭിച്ചത്. അത് ഈ തെരഞ്ഞെടുപ്പ് മണിക്കൂറുകളിലും വരെ, അതായത് ഏതെങ്കിലും ഒരു സമയത്ത് അതിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. തീർച്ചയായിട്ടും അത് എല്ലാവർക്കും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും LDF വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അവരുടെ പ്രതീക്ഷകളെ അരക്കിട്ടുറപ്പിക്കുന്ന അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം മണ്ഡലത്തിലുണ്ടായത്. നിലമ്പൂർ ആയിഷ മുക്കട്ട LPSലും മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് നിലമ്പൂർ ടൗൺ മോഡൽ സ്കൂളിലും എത്തി വോട്ട് രേഖപ്പെടുത്തി. ഈ ഉപതെരഞ്ഞെടുപ്പിന് കാരണഭൂതൻ PV അൻവറും മുടിഞ്ഞ ആത്മവിശ്വാസത്തോടെ അതുവഴി നടപ്പുണ്ട്. താൻ ഉറപ്പായും ജയിക്കുമെന്നാണ് അമ്പൂക്ക ഉറപ്പിച്ചു പറയുന്നത്. ഇന്ന് വൈകിട്ട് വോട്ട് കഴിയുന്നതോടെ തന്നെ അമ്പുക്ക ആഫ്രിക്കയിലേക്ക് പറക്കും എന്നാണ് അറിവ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.